ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. ഇതെന്താണെന്ന് മനസ്സിലായോ? നോമ്പ് തുറന്ന് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അല്പം അച്ചാറ് കഴിക്കാമെന്ന് പറഞ്ഞത് നിർബന്ധം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ സംസാരിച്ചു എന്നേ ഉള്ളൂ. ഇത് ഉപ്പിലിട്ടിട്ട് ടിന്ന് കണ്ടില്ലേ, ഇത്രയായി. ഞാൻ ഇത്രത്തോളം 1 കിലോ നെല്ലിക്ക വാങ്ങിയിട്ട്, നാടൻ നെല്ലിക്ക വാങ്ങിയിട്ട് ഉപ്പിലിട്ടതാണ്. അത് ഇത്ര ആയി. അപ്പോൾ എടുത്ത് കഴിച്ച് നോക്കട്ടെ കേട്ടോ. കുറച്ചും അത്രയും കഴിക്കുമ്പോഴൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. എരിവും ഉപ്പും ജമ്മവും. ഇത് കണ്ടോ, മുളകൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇപ്പം നെല്ലിക്ക വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് തരിപ്പ് പോവാതെ കഴിക്കണം. ഞാൻ ഇത് കൊണ്ടുവന്നതിന് ശേഷമാണ് മാങ്ങ അവരുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിയത്. അന്നപ്പോൾ ആ മാങ്ങ അവിടെ ഭരണിയിലുണ്ട്. അത് മുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ അച്ചാറ്, അത് ഉപ്പിലിട്ടത്. അപ്പോൾ അത് ഞാൻ പുലർച്ചക്കൊക്കെ എടുക്കാറുണ്ട് കഴിക്കാൻ. അത് നല്ല ടേസ്റ്റ്. അത് ഞാൻ വെറുതെയും കഴിക്കും. ഇതും അതേപോലെ തന്നെ. നോമ്പിൻ്റെ മുന്നേ ആണ് അധികം കഴിച്ചിട്ടുള്ളത് ഇത് കേട്ടോ, നെല്ലിക്ക. നോമ്പായതിനു ശേഷം കഴിക്കാൻ ചില സമയം നിൽക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആണിത് കഴിക്കുക. അല്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും പിന്നെ കിട്ടൂല. ഇനി ഇതിൻ്റെ അകത്തുള്ള വെള്ളമല്ലേ, ഇത് ഞാൻ കുടിക്കാൻ ചെയ്യും കേട്ടോ. നെല്ലിക്ക വെള്ളം സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇതാണ് എൻ്റെ നെല്ലിക്ക ഉപ്പിലിട്ടത്. എല്ലാവരും റംസാനൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോയിട്ട് ഉപ്പിലിട്ടൊക്കെ പോയി വാങ്ങി കഴിക്കും. നമുക്ക് പിന്നെ അതിന് പോവാനും ടൈമില്ല. അതുകൊണ്ട് ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയത് എടുത്ത് കഴിക്കും. രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ നെല്ലിക്ക ഉപ്പിലിട്ട സംഭവം. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ, ഇതിന് വെള്ളം ചാറൊക്കെ കുടിക്കട്ടെ. വാവ്, അടിപൊളി. നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടോ. നല്ല നാടൻ നെല്ലിക്കായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നെല്ലിക്ക ഉപ്പിലിട്ടതിൻ്റെ വിശേഷം. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയറും ചെയ്യണേ. പിന്നെ ഞാൻ എൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ ഇതിൻ്റെ മുമ്പ് ചെയ്യും, അല്ലെങ്കിൽ ശേഷം ചെയ്യും. അപ്പോൾ അതിൻ്റെ കാര്യം എന്തായാലും ഇതിൽ പറഞ്ഞത് ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം വേറെ അടുത്തൊരു വീഡിയോ ആയിട്ട്.